ഉയരുവാനുള്ള വഴിയും താഴുവാനുള്ള വഴിയും, ജീവങ്കിലേക്കുള്ള വഴിയും മരണത്തിലേക്കുള്ള വഴിയും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ മനുഷ്യൻ എന്തുകൊണ്ട് നശിക്കുന്നു, എന്തുകൊണ്ടവൻ ലജ്ജിതനായി തീരുന്നു, എന്തുകൊണ്ടവൻ ദൈവിക സന്നിധി വരെ ഉയരുവാൻ കഴിയാതെ ഇരിക്കുന്നു, അതിന്റെ കാരണമാണ് രണ്ടാം ഭാഗം. പാപമോ വംശങ്ങൾക്ക് അപമാനം. എങ്ങനെയാണ് പാപം ലോകത്തിൽ പ്രവേശിച്ചത്? വേദപുസ്തകം മാത്രമേ ഇതിന് ശരിയായ ഉത്തരം പറയുന്നുള്ളൂ. സൃഷ്ടിയുടെ മണിമകുടമായ ആദാം നിരോധിക്കപ്പെട്ട വൃക്ഷത്തിന് ഫലം പറിച്ചു തിന്നതിനെ തുടർന്ന് അവൻ പാപിയായി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് വേദപുസ്തകം പറയുന്നു. എങ്ങനെ മനുഷ്യരിൽ പാപം പ്രവേശിച്ചു? സങ്കീർത്തനം 51:5 വാക്യം വായിക്കൂ. Psalms 51:5. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. ദാവീദ് പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മനുഷ്യനിൽ പാപം പ്രവേശിച്ചത് എതിർച്ചയാവുന്ന ഒരു സംഭവമല്ല. മാനത്തു നിന്ന് പൊട്ടി വീണ് ഒരുവന്റെ തലയിൽ പാപം കയറിയതല്ല. നടന്നു പോകുന്ന വഴിയിൽ കളഞ്ഞു കിട്ടിയ ഒരു സാധനം തുറന്നു നോക്കി അത് പാപമായിരുന്നു അങ്ങനെ പറയാൻ ആർക്കും കഴിയുകയില്ല. നിലം കിളച്ചെടുത്തപ്പോൾ പൊന്തി വന്നതല്ല പാപം. കടയിൽ ചെന്ന് സാധനങ്ങൾ തൂക്കി വാങ്ങിച്ചപ്പോൾ 2 കിലോ പാപം ആരും വാങ്ങിച്ചിട്ടില്ല. മനസ്സിലാക്കണം. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ലെറ്റേഴ്സ്, രജിസ്റ്റേർഡ് ലെറ്റേഴ്സ്, പാക്കേജുകൾ തരുന്ന കൂട്ടത്തിൽ ഒരു പാക്കറ്റ് പാപം വന്നതല്ല. മാനത്തുനിന്ന് പൊട്ടി വീണതല്ല, നിലത്തു നിന്ന് പൊന്തി വന്നതല്ല, വഴിയിൽ കിടന്നു കിട്ടിയതല്ല, കടയിൽ നിന്ന് തൂക്കി വാങ്ങിച്ചതല്ല, ഫ്രണ്ട്സ് ആരും അയച്ചു തന്നതല്ല. നീ ജനിച്ചപ്പോൾ തന്നെ നിന്നോടൊപ്പം ജനിച്ചതാണ് പാപപ്രകൃതി. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇരട്ടക്കുട്ടികളായി ജനിച്ചു എന്ന് സാരം. എങ്ങനെ? മത്തായി കുട്ടി പ്ലസ് കുസൃതിക്കുട്ടി, മറിയക്കുട്ടി പ്ലസ് കുസൃതിക്കുട്ടി. ഈ 2 കുട്ടികൾ ഒരുമിച്ച് ജനിച്ചു. കണ്ട കുട്ടി എല്ലാവരും എടുത്ത് താലോലിച്ചു, എന്നൊക്കെ പറഞ്ഞ് ഉമ്മ വെച്ചപ്പോൾ മറ്റേ കുട്ടി അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്നുള്ള ദേഷ്യം, ശാഠ്യം, കൈകൊണ്ടുള്ള ഇട്ടി, അതുപോലെ കാലുകൊണ്ടുള്ള തൊഴിയൊക്കെ എന്തിനാണെന്നറിയാമോ? വലുതാകട്ടെ, ഇടിച്ചോളാം, തൊഴിച്ചോളാം. ഇതിന്റെ ആരംഭമായ അത് ലക്ഷണങ്ങളാണ്. ഇങ്ങനെ നിന്നോടൊപ്പം നിന്റെ ശരീരത്തിൽ, നിന്റെ രക്തത്തിൽ കലർന്നതാണ് പാപപ്രകൃതി. മനസ്സിലാക്കൂ. പാപം ഞാൻ ഉരുവായി, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അത് തുടർന്ന് 4-ാം വാക്യം വായിക്കൂ. 51. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. നീ വളരുന്നതിനനുസരിച്ച് നിന്നോടൊപ്പം പാപത്തിന്റെ പ്രകൃതിയും വളരുന്നു. നിന്റെ കൈകാലുകൾ വളരുന്നു, നിന്റെ ഏജ് വർദ്ധിക്കുന്നു. ജന്മപാപം പാപമായിട്ട് തീരുന്നു. 5-ാം വാക്യത്തിൽ ജന്മപാപം, 4-ാം വാക്യത്തിൽ കർമ്മപാപം. മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് പാപിയാകുന്നല്ല, പ്രത്യുത പാപിയായതുകൊണ്ട് പാപം ചെയ്യുകയാണെന്ന് ഓർക്കണം. ഒരു മോഷ്ടാവിനെ പിടികൂടുമ്പോൾ, തൊണ്ടി സാധനങ്ങൾ വെച്ച് പിടികൂടുമ്പോൾ കള്ളൻ 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 എന്ന് വിളിക്കുന്നു. പിടിച്ചപ്പോഴല്ല അവൻ കള്ളനായത്, മോഷ്ടിച്ചത് കൊണ്ടല്ല കള്ളനായത്, പിന്നെയോ കള്ളനായതുകൊണ്ടാണ് മോഷ്ടിച്ചത്. പാപം ചെയ്തത് കൊണ്ടല്ല മനുഷ്യൻ പാപിയായത്, പാപിയായതുകൊണ്ടാണ് പാപം ചെയ്തത്. ജന്മപാപം കർമ്മത്തിലേക്ക് വന്നു, കർമ്മപാപമായി. ഇനി 3-ാമത്തെ വാക്യം വായിക്കൂ. 51-ാം സങ്കീർത്തനം 3-ാം വാക്യം. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. ഇതാ മുൻപിൽ ഇരിക്കുന്ന ഒരവസ്ഥ. എങ്ങനെ ഇരിക്കുന്നു? ഡെറിയലിരിക്കുന്നു, കസേരയിലിരിക്കുന്നു, അതല്ല അതിന്റെ അർത്ഥം. പ്രത്യുത പ്രിക്കിംഗ് ഓഫ് കോൺഷ്യൻസ്. ഓരോ മനുഷ്യനോടും അതേ സംസാരിക്കുന്ന ഒരു മനസാക്ഷിയുടെ കുറ്റബോധം. സൃഷ്ടിയിൽ മനുഷ്യന് മാത്രമേ മനസാക്ഷിയുള്ളൂ. എത്ര എലിയെ പിടിച്ച് നിർദ്ദയമായി വധിച്ച് തിന്നുന്ന പൂച്ചയ്ക്കും സുഖകരമായിട്ട് ഉറങ്ങാം. ആരുടെ വിത്തുകൂലി നശിപ്പിച്ചാലും കാളയ്ക്കും പശുവിനും മനസാക്ഷിയുടെ കുറ്റബോധമില്ല. എന്നാൽ
ഒരു മനുഷ്യനും കാണാത്ത പാപവും കണ്ടുപിടിക്കുവാൻ ഒരു മനസാക്ഷി പോലീസ് സ്റ്റേഷൻ ദൈവഹൃദയത്തിൽ തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശുദ്ധ വേദപുസ്തകം ലഭിക്കാത്ത ജാതികൾ ബൈബിളിലുള്ള കാര്യങ്ങൾ തങ്ങളുടെ പ്രകൃതിയിൽ ചെയ്യുന്നതായി കാണുന്നു. എങ്ങനെ? അവരുടെ മനസാക്ഷി കൂടെ കുറ്റം വിധിക്കുന്നു. സകല ലൈറ്റുകളും അത് ഓഫായാലും, സകല കണ്ണുകളും അടച്ചു കിടന്നാലും, സകല വാതിലുകളും അടഞ്ഞാലും, സകല കർട്ടനും ഇട്ടാലും, മിനിങ്ങിന്റെ പ്രകാശമില്ലെങ്കിലും, തീപ്പട്ടിക്കോലും കത്തുന്നില്ലെങ്കിലും, മെഴുകുതിരിയുടെ പ്രകാശമില്ലെങ്കിലും, സകലത്തെയും കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ ദൈവം അത് കാണുന്നു എന്നുള്ളതിന്റെ പ്രതീകമായി നിന്റെ അകത്തൊരു മനസാക്ഷി പോലീസിനെ വെച്ച ദൈവത്തെ നീ സ്തുതിക്കണം. കാരണം പാപം 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 വിട്ടൊഴിയൂ, തെറ്റിനെ വിട്ടൊഴിയൊന്ന് നമ്മുടെ അകത്ത് പ്രേരണ നൽകുന്ന മനസാക്ഷിയെ നീ കടന്നു പോകരുത്. ഇതാദ്യത്തെ കോടതിയാണെന്ന് ഓർക്കണം. അതിനുശേഷമായി 65-ാമത്തെ സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കൂ. Psalm 65 verse 3. Yes. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായി, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലം. റെസ്ലിംഗ് ചാമ്പ്യനെ പോലെ, യുദ്ധവീരനെ പോലെ, നിനക്ക് തന്നെ നിയന്ത്രിപ്പാൻ കഴിയാത്തതുപോലെ പാപം അതിബലമായി തീരും. നിന്നോടൊപ്പം ജനിച്ച പാപം. 2, നിന്നോടൊപ്പം വളരുന്ന പാപം. 3, നിന്റെ മുൻപിൽ ഇരിക്കുന്ന പാപം. അത് മനസാക്ഷിയിൽ ആക്ഷേപം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം വരുന്നില്ല എങ്കിൽ ഈ പാപം അതിബലമായി തീരും. ദുസ്വഭാവങ്ങൾ വളരെ ക്രമേണയാണ് ചെറിയ ബാലന്മാരിൽ തുടങ്ങുന്നത്. ആരോ ഉപേക്ഷിച്ചിട്ടേച്ചു പോയ കൊച്ചു സിഗരറ്റുകൾ, ബീഡികളൊക്കെ എടുത്ത് വലിച്ച് അല്പമായി മൂക്കുപൊത്തി, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വലുതായി, അതെ, ആദ്യത്തെ ചുമയൊക്കെ അതിജീവിച്ചാൽ പിന്നീട് വളരെ വലുതായി ചെയിൻ സ്മോക്കറായി മാറി. ആദ്യം രസത്തിന്, തമാശന്, നേരം പോക്കിന് നീ ചെയ്തതാണ്. പക്ഷേ അത് നിന്റെ ശരീരത്തിൽ, രക്തത്തിൽ ലയിച്ചു. അത് നിനക്കെതിരെ അതിബലമായി തീരുന്നു. മദ്യപാനവും തുടങ്ങുന്നത് വളരെ ചെറിയ തോതിലാണ്. നേരം പോക്കിന് വേണ്ടി, തമാശന് വേണ്ടി, കൂട്ടുകാരോടൊപ്പം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രം അല്പം മദ്യം മനുഷ്യനകത്തേക്ക് എടുക്കുന്നു. അല്പം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യം ആ കള്ള് തന്നെ ചെയ്തുകൊള്ളും. കുപ്പി അല്പം സേവിച്ചു കഴിയുമ്പോൾ പിന്നെ കള്ള് തന്നെ കള്ളിനെ കുടിക്കും. കള്ളേ വാ കുഞ്ഞിക്കള്ളേ വാ വാ. ആ കള്ള് തന്നെ ആദ്യം നീ കുടിക്കുന്നു, പിന്നെ കള്ളിനെ കുടിക്കുന്നു, പിന്നെ കള്ള് നിന്നെ കുടിക്കുന്നു, ഒടുവിൽ കള്ള് നിന്നെ മുടിക്കുന്നു. ഈ വിധത്തിൽ അതിബലമായി മര്യാദയ്ക്ക് കുടിക്കുമെന്ന് ഷോപ്പിൽ നിനക്കൊരു വലിയ ആഹ്വാനം ലഭിക്കത്തക്കതുപോലെ നിന്നെ തന്നെ അത് കീഴ്പ്പെടുത്തും മുൻപേ അധർമ്മത്തിന് പരിഹാരം വരുത്തുന്നതാണ് ഉചിതം. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം 23-ാമത്തെ സങ്കീർത്തനത്തിന് ഡ്യൂപ്ലിക്കേറ്റ്, ഒരു മദ്യപാനിയുടെ സങ്കീർത്തനമെന്ന് അതേ പേർ പറയാവുന്നതാണ്. എന്താണ്? ഒരു മാസികയിൽ ഒരു ഭക്തൻ എഴുതിയതിനെ ഞാനൊന്ന് മോഡിഫൈ നിങ്ങളോട് പറയാം. മദ്യം എന്റെ ഇടയനാകുന്നു, എനിക്ക് സമൃദ്ധി ഉണ്ടാകയില്ല. അതെന്നെ ഓടകളിൽ കിടത്തുമാറാക്കുന്നു, എന്റെ തലയെ മത്തുകൊണ്ടാടുമാറാക്കുന്നു, എന്റെ വായിൽ നുരയും പതയും നിറഞ്ഞു കവിയുന്നു. പോലീസും ലാത്തിയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സർക്കാരിന്റെ ജയിലിൽ ഞാൻ ദീർഘകാലം വസിക്കും. അല്ലെ? ഈ വിധത്തിൽ ക്രമാനുഗതമായി നിത്യനാശത്തിലേക്ക് പോവുകയാണ്. എന്നാൽ സ്വർഗത്തിലെ പുതുവീഞ്ഞു കുടിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനോ, അവന്റെ ഇടയൻ യഹോവയാണ്. പച്ച പുൽമാലയിൽ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ആ ജീവന്റെ ഉറവ തുറന്നിരിക്കുന്നു. കുടിച്ച് ബലപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മദ്യപാനത്തിന്റെ തിക്താനുഭവങ്ങളെ വിവരിക്കുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്, ലേഖനങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ദീർഘനാളുകൾക്ക് മുൻപ് ഡോക്ടർ KP യോഹന്നാൻ എഴുതിയിട്ടുള്ള അച്ചായ ഇനി കുടിക്കരുത് എന്നൊരു പുസ്തകമാണ്. അതിന്റെ കവർ പേജ് കാണുമ്പോൾ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മദ്യകുംഭം കയ്യിലെടുത്ത് ഒരു കൊമ്പൻ മീശക്കാരൻ ഇങ്ങനെ കണ്ണുമുഴപ്പിച്ച് നിൽക്കുന്നു. അവന്റെ ഒരു കാല് പൊക്കി അവന്റെ ഭാര്യയെ ചവിട്ടി തൊഴിക്കുന്നു. അവൾ വേദന കൊണ്ട് പിടയുന്നു. അവൾ പറയുന്നു, അച്ചായാ ഇനി കുടിക്കരുതേ. കവർ പേജ് തന്നെ വളരെ ബീഭത്സമമായ ഒരു കാഴ്ചയാണ്. അതിന്റെ പേജുകൾ തുറന്നു ചെല്ലുമ്പോൾ വ്യക്തികളെ, കുടുംബങ്ങളെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന മദ്യപാനത്തിന്റെ തിക്താനുഭവങ്ങൾ, പരിണിത ഫലങ്ങൾ മനോജ്ഞമായി വിവരിക്കുന്നു. ആ ഗ്രന്ഥം ഒരാവർത്തി എങ്കിലും ഒന്ന് വായിച്ചാൽ പിന്നെ ആരും ഈ പിശാചിന്റെ മൂത്രം
തൊടുകയില്ല. മനസ്സിലായോ? അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. എന്നാൽ ഈ അടുത്ത സമയത്ത് ഞാനൊരു ലേഖനം വായിച്ചപ്പോൾ മദ്യപാനത്തിന്റെ സൽഗുണങ്ങളെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഒരാൾ വിവരിക്കുന്ന കണ്ടു. അതും ഞാൻ എൻ്റെ ഭാഷയിൽ നിന്ന് പറയാം. മദ്യപാനം വളരെ പ്രയോജനമുള്ളതാണ്. അത് വലിയ ഒരുപാട് ഗുണങ്ങളൊന്നും പറയുകയില്ല, എങ്കിലും ചിലർക്കെങ്കിലും ഗുണം വരും. അതുകൊണ്ട് 1, 2, 3 കാര്യം പറയുള്ളൂ. മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കൂ, അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ തലമുടി നരയ്ക്കയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണം അതിനു മുമ്പേ നീ തീരും. അതാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകും. അല്ലാതെ മുടി കറുപ്പിക്കാനായിട്ട് ഒരുപാട് മരുന്നൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കുടിച്ചുകൊണ്ട് നടന്നാൽ മതി, അവന്റെ തലമുടി നരയ്ക്കയില്ല, അതിനു മുമ്പേ കഥം ഹോ ജായേഗ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഗുണം നമ്പർ 2, മദ്യപാനുടെ വീട്ടിൽ കള്ളൻ കയറുകയില്ല. കാരണം എന്താണെന്നറിയാമോ? കയറിയാൽ ഒന്നും കിട്ടുകയില്ലെന്ന് അവൻ അറിയാം. അതെ, എല്ലാം ഷാപ്പിൽ കൊടുത്തുപോയി. അതുകൊണ്ട് കള്ളനിൽ നിന്ന് രക്ഷപ്പെടാം. അതെ, മദ്യപാനം ചെയ്താൽ. ഇനി ഒരു ഗുണം കൂടെ പറയുകയുള്ളൂ. മദ്യപാനിക്ക് ധാരാളം ചെലവുകൾ കുറയ്ക്കാം. കാരണം അവന് കിടക്കാൻ കട്ടിൽ വേണ്ട, ബെഡ്ഷീറ്റ് വേണ്ട, മെത്ത വേണ്ട, തലയണ വേണ്ട. നല്ല മദ്യപാനിക്ക് ഉടുക്കാൻ തുണി പോലും വേണ്ട. അറിയാമോ? അങ്ങനെയെങ്കിൽ ഈ വിധത്തിൽ അവൻ അധോഗതിയിൽ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതിഗീതങ്ങളാലും ആത്മീയ ഗീതങ്ങൾ പാടുന്ന ഒരു കൂട്ടം ദൈവജനത്തെ ഇന്ന് രാത്രി ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നിറയുക, ആനന്ദ നദി ഇത്. ആമേൻ. ആത്മാവിന്റെ ജീവിതം ആനന്ദ ജീവിതമാണ്. പാപം നിന്നോടൊപ്പം ജനിക്കുന്നു, നിന്നോടൊപ്പം വളരുന്നു, നിന്റെ മുൻപിൽ അതിരിക്കുന്നു, നിനക്ക് നേരെ അതിബലമാകുന്നു. അവിടെയും തീർന്നില്ല. 40-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കൂ. അടുത്ത സ്റ്റേജ്. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപ്പെട്ടു നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവിടെ ഒന്നും വളർന്ന് മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ അകൃത്യങ്ങൾ നിന്നെ എത്തിപ്പിടിക്കും. താഴെയിരുന്ന പാപം, റെസ്ലിംഗ് ചാമ്പ്യനെ പോലെ അതിബലമായി നിന്ന് യുദ്ധം ചെയ്ത പാപം നിന്റെ ശരീരത്തെ അവന്റെ കൺട്രോളിലാക്കി തീർക്കും. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അവന്റെ കൺട്രോളിലാകും. അശുദ്ധിക്കും അനീതിക്കും അടിമയായി നിന്റെ ജീവിതത്തെ സമർപ്പിക്കും. അവൻ പറയുന്ന വാക്കുകളല്ലാതെ നിനക്ക് പറയുവാൻ കഴിയുകയില്ല. എത്തിപ്പിടിക്കുന്ന പാപം, അവയവങ്ങൾ അടിമപ്പെടുത്തുന്ന പാപപ്രകൃതി, അകൃത്യത്തെ മുളയിലെ നുള്ളുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. തീർന്നില്ല. 38-ാം സങ്കീർത്തനത്തിന്റെ 4 മുതൽ ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നില്ല. ഇപ്പോൾ ഗോവേണിയിൽ ചവിട്ടി കയറുന്ന പോലെ നിന്റെ തലയ്ക്ക് മീതെ അകൃത്യം കയറും. മുമ്പിലിരുന്നു, എഴുന്നേറ്റ് യുദ്ധം ചെയ്തു, എത്തിപ്പിടിച്ചു, ഇപ്പോൾ ശിരോമണ്ഡലത്തിൽ പ്രവേശിച്ചു. അവൻ തലയിൽ കയറിയാൽ കൊള്ളരുതാത്ത ചിന്തകൾ മാത്രമേ വരികയുള്ളൂ. അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അത്യന്തം ഘനമായിരിക്കുന്നു. എന്റെ ഭോഷത്വ ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. നീ അനുഭവിക്കുന്ന ചീഞ്ഞു നാറ്റം, വേദനയേറിയ നിമിഷങ്ങൾ ഇന്നലെ നീ വിതച്ചതിന്റെ തിക്താനുഭവമാണെന്ന് മനസ്സിലാക്കണം. അടുത്ത വാക്യം. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. സ്ട്രെയിറ്റ് ഫോർവേഡായി നടക്കുവാൻ കഴിയുകയില്ല. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. നേരെ ചൊവ്വേ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ ദൈവമക്കളെ കാണുമ്പോൾ ഒളിഞ്ഞും പാത്തും കുനിഞ്ഞും പോകും. മനസ്സിലായോ? അതിന് ഹിന്ദിയിൽ ടേടി മേടി പീടി എന്ന് പറയും. വക്രതയും കോട്ടമുള്ള തലമുറ, നേര് പറയാത്ത തലമുറ എങ്ങോട്ട് പോകുന്നു സഹോദര? മുമ്പോട്ട് പോകുന്നു. ഇതാ ഉത്തരം. എവിടുന്ന് വരുന്നു? പുറയെന്ന് വരുന്നു. ആയുസ്സിൽ നേര് പറയാത്ത ആളുകൾ, എപ്പോഴും വളഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ചത്തു കഴിഞ്ഞപ്പോൾ അവന്റെ ഡെഡ് ബോഡി കണ്ടുകൊണ്ട് ആളുകൾ പറഞ്ഞു, ഇപ്പോഴിവൻ നേരെയായി. മനസ്സിലായോ? ചില ആളുകൾ നേരെയാകുന്നത് സമയമാരഥത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് നേരെയായാൽ നേരെ പാതാളത്തിലേക്ക് പോകും. ഇന്ന് നേരെയാകുന്നെങ്കിൽ നിനക്കൊരു നന്മയും മുടക്കയില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കയില്ല. പ്രൈസ് ദി ലോർഡ്. സത്യസന്ധരായി നേർവഴിക്ക് നടക്കുന്നെങ്കിൽ നിനക്ക് നന്മ മുടക്കാത്ത ദൈവമാണ് സ്വർഗത്തിൽ ജീവിക്കുന്നത്. ഞാൻ ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഒരിക്കൽ ഒരു നേഴ്സിനോട് ചോദിച്ചു, നിന്റെ ഡ്യൂട്ടിയിൽ ആളുകൾ മരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം പേർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ആദ്യം നീ ചെയ്യുന്ന എന്തായിരിക്കും? കൈയും കാലും ശരീരവും നേരെയാക്കും. ആയുസ്സിൽ നേരെയാകാത്ത ചില ആളുകൾ നേഴ്സിന്റെ കയ്യിൽ നേരെയാകാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് നേരെയാകൊണ്ട് പ്രയോജനമില്ല. ഇന്ന് നേരെയാകുന്നെങ്കിൽ സ്വർഗം മുഴുവൻ നിനക്ക് അനുകൂലമാണ്.
നിനക്കൊരു ശുഭകരമായ പര്യവസാനമുണ്ട്. കുനിഞ്ഞു കൂനിയിരിക്കുന്നു, പാപം നിന്റെ നടുവിനെ കുനിയിക്കും. അടുത്ത വാക്യം വായിക്കൂ. ഞാൻ ഇടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു, ഇടവിടാതെ ഞാൻ ദുഃഖിച്ച് നടക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല. മാരക പാപങ്ങളിൽ കഴിഞ്ഞ കാലങ്ങൾ നീ ജീവിച്ചതിന്റെ ഫലം, ഇന്നലെ വിതച്ച തെറ്റിന്റെ ഫലം ഇന്ന് നിന്റെ ശരീരത്തിൽ നീ കൊയ്തെടുക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ദൈവജനം ശാന്തമായി ചിന്തിക്കട്ടെ. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല. പാപം നിന്റെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര മരുന്ന് കുടിച്ചിട്ടും ചികിത്സിച്ചിട്ടും സൗഖ്യമാകാത്ത ചില മാരക പാപങ്ങൾക്ക് രാത്രി പരിഹാരം വരും. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയാൽ നിന്റെ രോഗത്തിന് പരിഹാരം വരും. ഗുപ്ത രോഗവിശേഷജ്ഞന്, രഹസ്യ രോഗവിദഗ്ധന് സൗഖ്യമാക്കുവാൻ കഴിയാത്ത ആ രോഗം ഇന്ന് രാത്രി സൗഖ്യമുണ്ടാകും. അനുദപിച്ചേറ്റു പറയൂ, അനുദപിച്ച് കണ്ണുനീരൊഴുക്കൂ. ഇന്നലെ ചെയ്ത പാപത്തിന്റെ ഫലം ഇന്ന് അനുഭവിക്കുകയാണ്. എല്ലാ രോഗങ്ങളും പാപഫലമെന്ന് ഞാൻ പറയുന്നില്ല. പാപം സാർവത്രികമാണ്, രോഗം സാർവത്രികമാണ്. പ്രകൃതിയുടെ നിയമത്തിന്റെ ലംഘനം കൊണ്ട് രോഗമുണ്ടാകാം. വാർദ്ധക്യ ദശയിലെത്തുമ്പോൾ വാർദ്ധക്യ സഹജമായ രോഗമുണ്ടാകാം. ഇങ്ങനെ വിവിധ കാരണങ്ങളിൽ ഒന്നാണ് പാപം ചെയ്തതിന്റെ ഫലമായി അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ കർത്താവിന്റെ മേശയിൽ സംബന്ധിച്ച കോരിന്ത്യയിലെ വിശ്വാസികൾ പാപജീവിതം നയിക്കുകയും എന്നാൽ മടി കൂടാതെ കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമായി ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. രോഗത്തിന് സൗഖ്യം ഇന്ന് രാത്രി ദൈവം നിനക്ക് നൽകുവാൻ തന്റെ കരം നീട്ടുന്നു. അനുദപിച്ചേറ്റു പറയൂ, എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല. അടുത്ത വാക്യം വായിക്കൂ. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എന്റെ ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. ശരീരത്തിന്റെ വേദനയേക്കാൾ വളരെ വലുതാണ് ഹൃദയത്തിന് ഞരക്കം. നിന്റെ മനസമാധാനം കെടുത്തിക്കളയുന്നതാണ് പാപത്തിന്റെ സ്വഭാവം. ആമേൻ. എന്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ ചോദിക്കുന്നു, ലോകത്തിലൊരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏത്? AC റൂമാണോ? എയർ കണ്ടീഷൻ കാറാണോ? ലാക്സ് ഓഫ് റുപ്പീസിന് ഡിപ്പോസിറ്റ് ആണോ? നാട്ടിൽ എഴുതിപ്പിച്ച അനേകം വസ്തുവകകളാണോ? റബ്ബർ എസ്റ്റേറ്റ് ആണോ? 5 നിലയുള്ള വൻമാളികയല്ല. സമാധാനമുള്ള ഹൃദയമാണ് കർത്താവ് തരുന്ന ഏറ്റവും വലിയ സ്വത്ത്. മശിഹാ തമ്പുരാൻ ലോകത്തിൽ നിന്ന് പോയപ്പോൾ സഭയ്ക്ക് കൊടുത്തിട്ട് പോയത് അത് മാത്രമാണ്. അപ്പച്ചന്മാർ മരിക്കും മുൻപേ ഒരു വിൽപത്രം എഴുതാറുണ്ട്, എന്റെ മരണശേഷം എന്റെ സ്വത്തുക്കൾ ഇന്നാർക്ക് പോകണം. എത്ര യേശുവിന്റെ വിൽപത്രം 4 സുവിശേഷങ്ങളും കൂടെ ഒരുമിച്ച് സമാഹരിച്ച് വായിച്ചാൽ കാണാം. എന്റെ മരണവേളയിൽ എന്റെ ആത്മാവ് പിതാവിന്റെ അടുക്കിലേക്ക് പോകണം, എന്റെ ശരീരം അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയിലേക്ക് പോകണം, എന്റെ അമ്മ സംരക്ഷണാർത്ഥം യോഹന്നാന്റെ ഭവനത്തിൽ പോകണം, എന്റെ ശരീരത്തിൽ ഉടുത്തിരിക്കുന്ന ഈ മേലങ്കി അത് 1000 കൊല്ലത്തിന് മുമ്പേ വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അത് പടയാളികൾ ചീട്ടിട്ടെടുക്കും. അങ്ങനെയെങ്കിൽ ആത്മാവ് ദൈവത്തിന് അടുക്കലേക്ക്, ശരീരം അരിമത്യ യോസേപ്പിന്റെ കല്ലറയിലേക്ക്, മാതാവ് യോഹന്നാന്റെ ഭവനത്തിലേക്ക്, അങ്കിയോ പടയാളികൾ ചീട്ടിട്ടെടുക്കണം. എന്നാൽ 3.5 കൊല്ലക്കാലം എന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് എന്ത് ലഭിക്കും? എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകത്തിന് തരുവാൻ കഴിയാത്ത സ്വസ്ഥത അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാരക പാപങ്ങൾ ഏർപ്പെട്ടുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പന നീ ലംഘിക്കുമ്പോൾ, മനസാക്ഷി പോലീസുകാരൻ നിന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിന് ഞരക്കമുണ്ടാകും. മനസ്സമാധാനം ലഭിക്കണമോ? പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കട്ടെ. ദൈവജനത്തിന്റെ ശുദ്ധീകരണത്തിന് രാത്രിയായി ഇന്ന് രാത്രി തീരണം. സ്വർഗം ആരംഭിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന അവിടെയാണ്. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും സർദാർജിമാരോടും ജാതി മതസ്ഥരോടും അല്ല ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന വലിയൊരു പങ്കും രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, ദൈവം പറയുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം. ആമേൻ, ആമേൻ, ആമേൻ. തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിയുമെങ്കിൽ സ്വർഗത്തെ ഞാൻ അപേക്ഷ കേൾക്കൂ. ദേശത്തിന് സൗഖ്യം വരുത്തൂ. ദേശത്തിന് സൗഖ്യം വരണമോ? ദൈവജനത്തിന് ശുദ്ധീകരണം ഉണ്ടാകണം. ഗ്ലോറി, 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 ഗ്ലോറി. പാപത്തിന്റെ ശമ്പളം മരണം. റോമർ 6:23 വായിക്കാതെ എല്ലാവർക്കും അറിയാം. അത് സ്വാഭാവിക മരണമല്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്യിൽ തള്ളിക്കളയും. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. പാപം അല്പസമയത്തേക്ക് സുഖം തരുന്നതാണ്, തൽക്കാല സുഖം തരുന്നതാണ് എല്ലാ പാപം. മോഷ്ടിച്ച അപ്പൻ രുചികരമാണ്, ഒളിച്ചു തിന്നുന്ന അപ്പൻ രുചികരമാണ്, മോഷ്ടിച്ച വെള്ളം മധുരമുള്ളതാണ്. ഏത് രഹസ്യ പാപവും
കുതൂഹലവും സന്തോഷവും പ്രദാനം ചെയ്യുമെങ്കിൽ ദൈവജനം മനസ്സിലാക്കട്ടെ, നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും നിന്റെ ആത്മാവിനും കേടുവരുത്തിക്കൊണ്ടാണ് ഓരോ പാപവും നീ ചെയ്യുന്നത്. കൂടാതെ നീ ചെന്ന് താമസിക്കുന്ന സ്ഥലത്തിനും കോളനിക്കും നാശമാണ്. വായിക്കൂ യെശയ്യാ പ്രവാചന പുസ്തകം 24-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കൂ. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലകപ്പെടും. കുഴിയിൽ നിന്ന് കയറിയാൽ നീ കണിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഗുജറാത്തിൽ നടന്നതെന്ത്, മഹാരാഷ്ട്രയിൽ നടന്നതെന്ത്, തുർക്കിയിൽ നടക്കുന്നതെന്ത്, ഭൂമി കുലുക്കത്തിന്റെ പ്രധാനമായ കാരണമെന്തെന്ന് യെശയ്യാ പ്രവാചകൻ വരച്ചു കാട്ടി. അടുത്ത വാക്യം, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു, കുലുങ്ങുന്നു. ഭൂമി പൊടുപൊട പൊട്ടുന്നു, പൊടുപൊട എന്ന് പൊട്ടുന്നു. ഭൂമി കിറുകിറ എന്ന് വലിയ നല്ല ഉറച്ച തറകൾ കിറുകിറ എന്ന് കീറുന്നു. ഭൂമി കിടുകിട കിടുങ്ങുന്നു, കിടുകിട എന്ന് കിടുങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കള്ളു കുടിച്ച് ചാഞ്ചാടുന്ന പോലെ മത്തനെ പോലെ ഭൂമി ചാഞ്ചാടുന്നു. കാവൽമാടം പോലെ ആടുന്നു. വലിയ നിലയങ്ങളും വൻമാളികകളും വൻപരാം പൗരരും തുങ്കനിവാസവും വിപണികളിൽ അതിനിവിടം ഉയരും ഒരു ശാലകൾ, വിന്ധ്യാദ്രിയോളം കിളർന്ന വൻമേടകൾ എന്ന് സൈമൺ സാർ പാടിയതുപോലെ അതിശക്തമായി ഉയർന്ന വലിയ വലിയ വൻമാളികൾ പെട്ടെന്ന് നിലം പതിക്കുന്നതിന്റെ കാരണം കേൾക്കണമോ? മത്തനെ പോലെ ചാഞ്ചാടി കിടുങ്ങുന്ന കിറുകിറ കീറുന്ന കാവൽമാടം പോലെ ആടുവാനുള്ള കാരണം എന്താ? അടുത്ത വാക്യം, അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായി. ആമേൻ. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഭൂമിയുടെ കുലുക്കത്തിന്റെ കാരണം അറിയണമോ? വേദപുസ്തകം കയ്യിലുള്ള ദൈവമക്കളോട് ചോദ്യം. ദൈവത്തിന് സ്തോത്രം. മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. പാപം നൈമിഷിക സുഖം തരുന്നതാണ് സഹോദര സഹോദരി. അതിന്റെ തിക്താനുഭവങ്ങൾ രാത്രി മനസ്സിലാക്കി ഒഴിയുന്നവരെ ഓർത്ത് ദൈവം സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. താമസിക്കുന്ന ഭൂമിക്ക് കേടുവരുത്തുന്നു പാപത്തിന്റെ പ്രകൃതി. ഇനിയും തീർന്നില്ല. സഭാപ്രസംഗി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കൂ. നീ പോകുന്ന സമൂഹത്തിന്റെയും കേടുവരുത്തലാണ് പാപം. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു. ചത്ത ഒരീച്ച മതി തൈലക്കാരുടെ തൈലത്തെ മുഴുവനും നാറ്റുവാൻ. അടുത്തത്, അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ഒരീച്ച വീണാൽ മതി തൈലം മുഴുവനും നാറുവാൻ. നീ പോകുന്ന സമൂഹത്തിന് കേടുവരുത്തുന്നതാണ് നിന്റെ പാപമെന്ന് ഓർക്കണം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 5:6 അസാരം പുളിമാവ്, അറിയാവുന്നവരോട് ചേർന്ന്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അല്പം പുളിമാവ് കൊണ്ട് പിണ്ടം മുഴുവൻ പുളിക്കുമെങ്കിൽ. എബ്രായർ 12:15 വാക്യത്തിൽ വായിക്കുന്നു, വല്ല കയ്പുള്ള വേരും മുളച്ച് അനേകർ അതിനാൽ മലിനപ്പെടുവാനിടയാകരുത്. ഒരു കയ്പ് വേര് മുളച്ചാൽ മതി അനേകർ മലിനപ്പെടുവാൻ. ആമേൻ. ഒരാഖാൻ സഹോദരൻ മതി യുദ്ധത്തെ മുഴുവനും പരാജയപ്പെടുത്തുവാൻ. ഒരു മിരിയാം സഹോദരി മതി 7 ദിവസം ദൈവദിനത്തിന് യാത്ര മുടക്കുവാൻ. ഒരു വഴിതെറ്റിയ യോനാ പ്രവാചകൻ മതി കപ്പൽ മുഴുവൻ വിളകുവാൻ. അസാരം പുളിമാവ് മതി പിണ്ടം മുഴുവൻ പുളിക്കുവാൻ. ഒരു കയ്പ് വേര് മതി അനേകർ മലിനപ്പെടുവാൻ. ഒരു ചത്ത ഈച്ച മതി തൈലം മുഴുവൻ നാറുവാൻ. എങ്കിൽ വഴിപിഴച്ചത് 2 എണ്ണത്തിന് മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. പാസ്റ്ററെ നിന്റെ കഷ്ടകാലം, സഭയെ നിന്റെ നാശകാലം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. Glory to God. Hallelujah. നിന്റെ സമൂഹത്തിന് കേടുവരുത്താണ് നിന്റെ പാപം. തീർന്നില്ല, നിനക്കുണ്ടാകുന്ന സന്തതിക്കത് കേടുവരുത്തും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-6 വാക്യങ്ങൾ വേഗം വായിക്കൂ. യാതൊന്നിന്റെ പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നീ ചെയ്യുന്ന പാപത്തിന്റെ പരിണിത ഫലം നിനക്കുണ്ടാകുന്ന മക്കളും കൂടെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെയും സന്ദർശിക്കും.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവ വഴിയിൽ നടക്കുന്ന ദൈവ പൈതലേ, നിന്റെ തലമുറ 1000 തലമുറ വരെ അനുഗ്രഹിപ്പാനും ദൈവം വിശ്വസ്തനാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിന് ഉദാഹരണം വായിക്കാം. 2 Chronicles 26:20. മഹാപുരോഹിതനായ സരിയാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. 52 വർഷക്കാലം ദീർഘമായി ഭരിച്ച ഉസിയ രാജാവ് യഹോവയെ അന്വേഷിക്കുന്നിടത്തോളം കാലം അവന്റെ കീർത്തി ബഹുദൂരം പരന്നു. ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നിഗളിച്ചു. ധൂപം കാട്ടുവാനായി അവൻ ദേവാലയത്തിലേക്ക് വന്നു. 81 പുരോഹിതന്മാർ യൂണിഫോം ഇട്ട് ഓൺ ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ്. രാജാവേ, കസേരയിരുന്ന് ഭരിക്കുന്നതിന്റെ ജോലി, ദേവാലയത്തിലെ കൂദാശ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ആരാണ് എന്നോട് ചോദിക്കുവാൻ? നീ ഉണ്ടാകും മുൻപേ ഞാൻ കസേര കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആക്രോശിച്ചു. ഒറ്റ വ്യക്തിക്ക് അവന്റെ നേരെ ആക്ഷൻ എടുക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വർഗം തന്നെ നേരിട്ട് കേസ് ഏറ്റെടുത്തു. ദൈവത്തിന്റെ ക്രോധത്തിന് പാത്രീഭൂതനായ ഉസിയ രാജാവിന്റെ എവിടെ കുഷ്ഠം പൊങ്ങിയെന്ന് എഴുതിയിരിക്കുന്നേ? അവന്റെ നെറ്റിയിൽ പൈജാമ കുർത്ത ഇട്ടാൽ മറയാത്ത സ്ഥലം. ആമീൻ. ഓരോരുത്തന്റെയും സ്റ്റാറ്റസ് അനുസരിച്ച് തൊടുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ക്രമക്കേട് കാണിക്കുന്ന വ്യക്തിക്കെതിരായി കൈ നീട്ടുവാൻ ദൈവദാസ നിനക്ക് സാധിക്കാതെ വന്നാൽ വലിയ ഇടയനെ കാര്യം ഭരമേൽപ്പിച്ചാൽ മതി. സ്വർഗത്തിലെ അപ്പച്ചൻ ഡയറക്റ്റ് കേസ് ഏറ്റെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിച്ചു വേണം ദൈവസഭയിൽ പെരുമാറുവാൻ. അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. അടുത്ത വാക്യം. അവനെ ക്ഷേമം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു. അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു. ആജീവനാന്തം കുഷ്ഠരോഗിയായി. അങ്ങനെ ഒരു സ്വസംസ്കാരം കൊടുത്തു. ഇവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടക്കി. ഈ കാര്യം ഇപ്പോൾ പറയാൻ കാരണം അവനൊരു മോനുണ്ടായ കാര്യം പറയാൻ വേണ്ടിയാണ്. വായിക്കൂ, 27-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. 27:2. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും ആ ഉസിയാവിന്റെ മകനായ യോഥാം അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തെങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ഒറ്റ സഭായോഗത്തിനും കയറിയിരിക്കാത്ത ഒരു മോൻ. പ്രൈസ് ദി ലോർഡ്. തെള്ളിയിറക്കി വിട്ട് അപ്പന് ഉണ്ടായ മോനെ പിടിച്ചു വലിച്ചാലും അകത്ത് കയറുന്നില്ല. സ്വത്രാഴ്ച കൊടുത്തയക്കുന്ന മോനെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തുവെങ്കിലും ഒറ്റ യോഗത്തിന് വന്നിരിക്കാത്ത ഒരു സന്തതി. ഇനി യവനൊരു മോനുണ്ടായി, മിസ്റ്റർ കൊച്ചുമോൻ. ആ പേരുകാരുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ആ മെയിൻ അവന്റെ ഗുണം 28-ാം അധ്യായം 24-ാം വാക്യം വായിക്കൂ. ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് അവൻ ദൈവാലയത്തിൽ വരും. ദേവവിച്ചോർന്ന സ്തുതിച്ച് ഇടുവാൻ പാടാനല്ല. ദൈവമക്കൾ പണം മുടക്കി വാങ്ങിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ ദൈവാലയത്തില് ഉപകരണങ്ങൾ എടുക്കും. 25 കൊല്ലം ആരാധന നടന്ന ഒരു വീട്ടിലാണ് ഞാനും ജനിച്ചത്. അതിരാവിലെ സമയം തന്നെ ഞായറാഴ്ച എല്ലാ ഉപകരണങ്ങളും എടുത്ത് മുറി മുഴുവനും വൃത്തിയാക്കി സാധന സാമഗ്രികളൊക്കെ തുടച്ച് ജനങ്ങൾക്ക് വരുവാനുള്ള അന്തരീക്ഷം ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഇവൻ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എല്ലാം എടുത്ത് ഉപകരണങ്ങളെ തുടച്ചു എന്നായിരുന്നു. എന്ത് നല്ലതായിരുന്നു അത്. തുടക്കുകയല്ല, പിന്നെ തല്ലിപ്പൊട്ടിക്കുന്ന ഒരു തല്ലിപ്പൊളിയൻ അവിടെ ഉണ്ടായത്. എടുത്തു, ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ചു. അടുത്ത വാക്യം. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. ഹോള് പൂട്ടി, താക്കോലും കൊണ്ട് സ്ഥലവും വിട്ടു. മനസ്സിലായി? എടുക്കുക, ഉടയ്ക്കുക, അടയ്ക്കുക. ഇങ്ങനെയുള്ള തല്ലിപ്പൊളികൾ ആരാധനയിൽ വരുന്നത് ഉചിതമല്ല. കാരണം യവന്റെ കുറ്റമല്ല. അവന്റെ അപ്പൻ ഒറ്റ യോഗത്തിന് കയറിയവനല്ല. ഇവന്റെ വല്യപ്പൻ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. വല്യപ്പനെ പുറത്താക്കി. മോന്റെ കാലം വന്നപ്പോൾ അകത്ത് കയറുന്നില്ല. കൊച്ചുമോന്റെ കാലം വന്നപ്പോൾ ഒരുത്തനെ അകത്തോട്ട് കയറ്റത്തുമില്ല. തലമുറയായി നശിക്കുന്നു. പിതാവേ, മാതാവേ, ഇന്ന് നീ ചെയ്യുന്നതിന്റെ പരിണിത ഫലം പലിശ കൂട്ടി നിന്റെ സന്തതി കൊയ്തെടുക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കാനല്ല വന്നത്, പാപത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുവാനാണ് ദൈവം തന്നെ അയച്ചത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവ വൈതലേ, പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കൂ. പാപം നിന്റെ തലമുറയായി നശിപ്പിക്കുമെന്ന് ഓർക്കണം. ആമേൻ. അങ്ങനെ ഇന്നലെ ചെയ്ത പിതാവിന്റെ തെറ്റ് അവനെ പുറത്താക്കി. യോഥാം അവന്റെ മകൻ ആലയത്തിൽ ഒറ്റ യോഗത്തിന് കയറുന്നില്ല. കൊച്ചുമകനോ ദേവാലയത്തിലെ ഉപകരണങ്ങൾ എടുക്കുക, ഉടയ്ക്കുക, അടയ്ക്കുക.
ഹോള് പൂട്ടി താക്കോല് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവൻ സഭായോഗത്തിന് വരുന്നത് വേദപുസ്തകം, പാട്ടുപുസ്തകം, സ്തോത്ര കാഴ്ച ഇവ കൊണ്ടൊന്നുമല്ല. പിന്നെയോ ഇരുമ്പുപടി, കുറുവടി, മുളവടി, മുളകുപൊടി ഇതും കൊണ്ടാണ് വരുന്നത്. കാരണം ഇവന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ആത്മനിറവിൽ ആരാധിക്കുക എന്നുള്ളതല്ല. ദൈവമക്കൾ വാങ്ങിച്ച സാധനങ്ങൾ എടുക്കുക, അടയ്ക്കുക, ഉടയ്ക്കുക, അടയ്ക്കുക എന്നാണ്. ഇങ്ങനെ തലമുറയായി നശിക്കുമെങ്കിൽ മറ്റൊരു പിതാവിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന കാണൂ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 25-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കൂ. 1 ദിനവൃത്താന്തങ്ങൾ 25-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. ഇവർ എല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ. ഹേമാനപ്പച്ചനും മക്കളുണ്ടായി. അടുത്തത് അവന്റെ കൊമ്പ് ഉയർത്തേണ്ടതിന് ദൈവം ഹേമാന് 14 പുത്രന്മാരെ. ഹേമാനപ്പച്ചൻ എത്ര ആമ്പിള്ളാരാന്ന് പറഞ്ഞ്? 14 ആമ്പിള്ളാരുള്ള അപ്പച്ചന്മാരുണ്ട്. കൈവക്കി 2 എണ്ണത്തെ പോറ്റാൻ വയ്യ അല്ലേ? പിന്നെ 14 പെൺപിള്ളാരുണ്ടോ നോക്കി. ഇനിയും 3 പുത്രിമാരെയും കൊടുത്തിരുന്നു. 14 ആമ്പിള്ളാരും. എത്ര പുത്രിമാരാ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്രയായി? 17 പിള്ളാരുടെ അപ്പച്ചൻ. സഭായോഗം തുടങ്ങുമ്പം വയറ്റുവേദന വരുന്ന പിള്ളാരുണ്ടോ നോക്കിയേ. അടുത്ത വാക്യം. ഇവരെല്ലാവരും ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിങ്കൽ സംഗീത ശുശ്രൂഷയ്ക്കായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും. ഹല്ലേലൂയ. അവരെല്ലാവരും ദൈവാലയത്തിൽ നിരനിരയായി നിന്ന് പാട്ടുപാടുന്ന ഗായക സംഘമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാറ് പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്ത് പോക്കറ്റിൽ താക്കോലിട്ട് വരുന്ന കാലമല്ല ഹേമാനപ്പച്ചന്റെ കാലം എന്നറിയാമല്ലോ. ആർക്കും കാറില്ലാത്ത കാലം, സൈക്കിൾ പോലും ഇല്ലാത്ത കാലം. ഹേമാനപ്പച്ചന്റെ വീട്ടിൽ നിന്ന് യോഗത്തിന് പോകുന്ന എങ്ങനെയാ? ഹേമാനപ്പച്ചൻ മുമ്പേ പോന്നു, ഹേമാനമ്മച്ചി പുറകെ പോന്നു, 14 പിള്ളേർ അതിന്റെ പുറകെ പോന്നു, 3 പെൺപിള്ളേർ അതിന്റെ പുറകെ പോന്നു. 14 3 17 2 എത്രയായി? 19. 5-6 ദാസിദാസന്മാരോടുണ്ടെങ്കിലോ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ലോക്കൽ സഭ തുടങ്ങാം വീട്ടിൽ അല്ലേ? എന്നാൽ അവരവിടെ തുടങ്ങാതെ അവർ ആലയത്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. തുടങ്ങിയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരുത്തൻ കപ്പലണ്ടിയിൽ നിന്നുകൊണ്ട് അതിലെ ഓടുന്നു, ഒരുത്തി ബലൂണും വീർപ്പിച്ചുകൊണ്ട് താഴോട്ട് ചാടുന്നു. ഇങ്ങനെയുള്ള സന്തതികളല്ല. അവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നെങ്കിൽ ഇന്ന് രാത്രി എത്ര മാതാപിതാക്കൾക്ക് പറയാൻ കഴിയും, ഞാൻ എടുത്ത വേദപുസ്തകം എന്റെ മക്കൾക്ക് കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പാടുന്ന പാട്ടുള്ള കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ കരങ്ങൾ വേദപുസ്തകം ഉയർത്തി ദൈവത്തോട് ഉടമ്പടി ചെയ്യട്ടെ. നീ എടുത്ത പുസ്തകം നിന്റെ മക്കൾക്ക് കൊള്ളാം. നീ പാടുന്ന പാട്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊള്ളാം. നീ സേവിക്കുന്ന ദൈവം നിന്റെ മക്കൾക്ക് കൊള്ളാം. നീ പ്രാപിച്ച പരിശുദ്ധാത്മാവ് നിന്റെ മക്കൾക്ക് കൊള്ളാം. നീ പോകുന്ന ആലയം നിന്റെ മക്കൾക്ക് കൊള്ളാം. നീ ചെല്ലുന്ന സ്വർഗം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊള്ളാം. എന്നോട് ചേർന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? തലമുറയായി ഉസിയാവിന്റെ മക്കളും കൊച്ചുമക്കളും നശിക്കുമ്പോൾ ഒരു ഹേമാന്റെ തലമുറയെ അനുഗ്രഹിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ആവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കൂ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. പപ്പായോടും മമ്മിയോടും പറയുന്ന വാക്യങ്ങൾ ഇത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. പിന്നെ നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും അവയെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും അധികം നടക്കുന്നില്ലെങ്കിൽ കാർ ഓടിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. മാത്സിനും വിജ്ഞാനത്തിനും സോഷ്യൽ സ്റ്റഡീസിനും മാത്രമല്ല സൺഡേ സ്കൂളിനും കൂടെ ട്യൂഷൻ കൊടുക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. കൊടുക്കണമെങ്കിൽ ആദ്യം ഈ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. മാതാവും പിതാവും ഈ വചന ഹൃദയത്തിലിരിക്കണം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ഹോസ്പിറ്റലിൽ ചെന്ന് സർജറി ചെയ്ത് ബൈബിൾ ഇതുവരെ എന്റെ ബാഗിനകത്ത് ആയിരുന്നു, ഇനി ഓപ്പറേറ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ച് കുത്തിക്കെട്ടാൻ പറയേണ്ട വിവരക്കേടുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അതല്ല, ഹൃദയത്തിലിരിക്കണമെന്ന് പറഞ്ഞാൽ മുഷ്ടിയുടെ വലിപ്പത്തിൽ രക്തപ്രവാഹത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകമായ ഓർഗൻ ഓഫ് ദ ബോഡി അല്ല, നിന്റെ തീരുമാന ശക്തിയുടെയും സ്വഭാവ രൂപവൽക്കരണത്തിന്റെ ആസ്ഥാനമായ ഹൃദയത്തിൽ ഈ വേദപുസ്തകം ഇരിക്കണം. നിന്റെ സ്വഭാവത്തിൽ വരുത്തണം. Child learns more through observation than through instruction. പ്രശിക്ഷണത്തെക്കാൾ നിരീക്ഷണത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നെങ്കിൽ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിയാത്ത ഒറ്റ കാര്യവും നിന്റെ കുഞ്ഞുങ്ങൾ പ്രായോഗികമാക്കി തീർക്കയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മോനെ,
ആരെങ്കിലും ഫോൺ ചെയ്യുവാന്ന് പറയണം, ഞാനിവിടെ ഇല്ലെന്ന്. അപ്പം പറയുക, മോൻ ഓടിച്ചെന്ന് ഫോൺ എടുത്തു, ഗിവ് ഇറ്റ് യുവർ ഡാഡി പ്ലീസ്, മൈ ഡാഡി സേസ് ഈസ് നോട്ട് ഹിയർ. അല്ലേ, എന്റെ അപ്പൻ പറയുന്നു എന്റെ അപ്പൻ ഇവിടെ ഇല്ലെന്ന്. നിന്റെ സന്തതി എങ്ങനെ നന്നാവും മക്കളെ? പിതാവേ, അടുത്ത സമയത്ത് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, സ്കൂളിൽ നിന്ന് ഒരു പേനായി മോഷ്ടിച്ചുകൊണ്ട് ഒരു മകൻ വന്നു. ആ മോനെ അപ്പൻ അടിക്കാനായിട്ട് പിടിച്ചു. ആരുടെയാടാ ഈ പേന? നിന്റെ കൂട്ടുകാരന്റെ പേന മോഷ്ടിച്ചുകൊണ്ട് ഇവിടെ എന്തുകൊണ്ട് വന്നു? അടുത്ത വാചകം, നീ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഓഫീസിൽ നിന്ന് 10 പേന ഞാൻ കൊണ്ട് തരത്തില്ലായിരുന്നോടാ. ആരാണ് ബെടാ ചോർ? അറിയാമോ? ആമേൻ. നീ എന്തിനാടാ വല്ലവന്റെ പേന മോഷ്ടിച്ചത്? നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഓഫീസിൽ നിന്ന് 10 പേന. അപ്പാ, നിന്റെ സന്തതി നന്നാവുകയില്ല. നീ നന്നായെങ്കിലേ നിന്റെ സന്തതി നന്നാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സത്യസന്ധരായ പിതാക്കന്മാർക്കും മാതാക്കൾക്കും സത്യസന്ധരായ മക്കൾ ഉണ്ടാകും. 112 സങ്കീർത്തനം അതാണ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പാപം നിന്നോടൊപ്പം ജനിക്കുന്നു, നിന്നോടൊപ്പം വളരുന്നു, നിന്റെ മുൻപിൽ അത് ഇരിക്കുന്നു, നിനക്ക് നേരെ യുദ്ധം ചെയ്യുന്നു, നിന്നെ അത് എത്തിപ്പിടിക്കുന്നു, നിന്റെ തലയെ മലീമസമാക്കുന്നു, നിന്റെ നടുവിനെ കുനിയിക്കുന്നു, നിന്റെ ശരീരത്തിന് രോഗം വരുത്തുന്നു, നിന്റെ മനസ്സമാധാനം കെടുത്തുന്നു, നിന്റെ ആത്മാവിനെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നു, നീ താമസിക്കുന്ന ഭൂമി അത് കുലുക്കുന്നു, നീ പോകുന്ന സഭയെ അത് മലീമസമാക്കുന്നു, നിന്റെ സന്തതിയെയും അത് നശിപ്പിക്കുന്നെങ്കിൽ പാപം വിട്ടൊഴിയുന്നവരെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിക്കട്ടെ. ദേശത്തിന് സൗഖ്യം വരണമോ? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമോ? പാപം വിട്ടൊഴിയണം. ആമേൻ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം വേഗം വായിക്കൂ. 1 Peter 2:24. പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ, ആമേൻ, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. പാപം ചുമന്നുകൊണ്ട് യേശു കുരിശിൽ കയറിയത് നീ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. ലോക ചരിത്രത്തിൽ പ്രവീണന്മാര് വന്നിട്ടുണ്ട്, പ്രഗത്ഭന്മാര് വന്നിട്ടുണ്ട്, പണ്ഡിതന്മാര് വന്നിട്ടുണ്ട്, തത്വചിന്തകന്മാര് വന്നിട്ടുണ്ട്. എന്നാൽ പാപയെ രക്ഷിക്കുവാൻ ഒരുവനെ വന്നിട്ടുള്ളൂ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 5:21 പാപമറിയാത്ത ദൈവപുത്രൻ. 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ല. 1 യോഹന്നാൻ 3:6 അവനിൽ പാപമില്ല. പാപം അറിയാത്തവൻ എപ്പോൾ മുതൽ? നിത്യത മുതൽ ബേഥലഹേം വരെ യേശു പാപം അറിഞ്ഞിട്ടില്ല. ബേഥലഹേം മുതൽ കാൽവരി മരണം വരെ യേശു പാപം ചെയ്തിട്ടില്ല. പുനരുത്ഥാനം മുതൽ പുനരാഗമനം വരെ അവനിൽ പാപമില്ല. നിത്യത മുതൽ നിത്യത വരെ നിർമ്മലനായി നിഷ്കളങ്കനായ യേശു ക്രൂശിൽ മരിച്ചത് നാം പാപം സംബന്ധിച്ച് മരിക്കുവാൻ. യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു. പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തുവാനാണ് യേശുവിന്റെ ക്രൂശ് മരണം. മായ 2 ദൈവിക പ്രമാണങ്ങളുടെ നിവൃത്തിയായിരുന്നു യേശുവിന്റെ ക്രൂശിൽ കാണുന്നത്. 1, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. 2, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. മരത്തിന്മേൽ തൂങ്ങുന്നതിനാലേ ശാപം മാറുകയുള്ളൂ. രക്തം ചിന്തുന്നതിനാലേ പാപം മാറുകയുള്ളൂ. പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തുവാൻ യേശു കാൽവരിയിൽ മരിച്ചു. ആ വിധത്തിലുള്ള മരണം ഒഴിച്ചുവിടുവാൻ വേണ്ടി പിശാച് വളരെ പരിശ്രമിച്ചു. ഗലീലക്കടലിൽ യാത്ര ചെയ്യുമ്പോൾ അലയടിച്ചു വരുന്ന ഘോരമായ കൊടുങ്കാറ്റ് കൊണ്ട് പടക് വളരെ ഇളകി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ യേശു സുഖമായി ഉറങ്ങുകയായിരുന്നു. യേശു എഴുന്നേറ്റ് പറഞ്ഞു, കാറ്റേ ഒന്നടങ്ങ്, കടലേ ഒന്ന് ശാന്തമാക്. വള്ളം മുങ്ങി വെള്ളം കുടിച്ച് മരിക്കാനല്ല ഞാൻ വന്നത്, മരത്തിൽ തൂങ്ങി രക്തം ചിന്തിയേ ഞാൻ മരിക്കുകയുള്ളൂ. നസറേത്ത് പള്ളിയിലെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ എല്ലാവരും സന്തോഷിച്ചെങ്കിലും ഒടുവിൽ അവന് എറിയുവാൻ കല്ലെടുത്തു. എന്നാൽ ഒരൊറ്റ കല്ല് പോലും അവന്റെ ദേഹത്ത് വീഴുന്നില്ല. പട്ടണം പണിതിരുന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി നേരെ തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചതേ ഉള്ളൂ. യേശുവിന്റെ ശരീരത്തിൽ തൊടുവാൻ കഴിഞ്ഞില്ല. കാരണം എന്ത്? ആ വിധത്തിൽ മരിച്ചാൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുകയില്ല.
2 വയസ്സിന് താഴെയുള്ള സകല കുട്ടികളെ കൊല്ലുവാൻ ഹെരോദാവ് കൽപ്പനയിട്ടു. പക്ഷെ ഈ കുഞ്ഞിനെ അങ്ങനെ കൊല്ലുവാൻ കഴിയുകയില്ല. മരത്തിൽ തൂങ്ങി രക്തം ചിന്തിയേ യേശു മരിക്കുകയുള്ളൂ. ആമേൻ. ഗാന്ധിജിയുടെ മരണം ഇന്ത്യക്ക് നഷ്ടമാണ്. ജൈനന്റെ മരണം ജൈനമതത്തിന് നഷ്ടമാണ്. ഗുരുനാനാക്കിന്റെ മരണം സിഖ് മതത്തിന് നഷ്ടമാണ്. ബുദ്ധന്റെ മരണം ബുദ്ധമതത്തിന് നഷ്ടമാണ്. എല്ലാ മതകർത്താക്കളുടെയും മരണം അതാത് മതങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ യേശുവിന്റെ മരണം ക്രിസ്ത്യാനിക്ക് ജയോത്സവമാണ്. അവന്റെ മരണത്താൽ നമ്മുടെ മരണം നീങ്ങിയതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നീ പാപം സംബന്ധിച്ച് മരിക്കണം, നീതിക്ക് ജീവിക്കണം. അതിനായി യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പ്രൈസ് ദ ലോർഡ്. ഒരു മരണവും ഒരു ഉയർപ്പും കൂടെ നടക്കുകയാണ് ഒരു വ്യക്തിയുടെ വീണ്ടും ജന്മത്തിൽ. എക്സാക്ട്ലി ഒരു വഴിത്തിരവാണ് പാപിയുടെ മാനസാന്തരം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നെബൂഖദ്നേസറിന്റെ മാനസാന്തരം പോലെയല്ല. നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുവാൻ എല്ലാവർക്കും കൽപ്പനയിട്ടു. 3 എബ്രായ ബാലന്മാർ വിചാരിച്ചു, ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കയില്ല. ജീവിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ ഞങ്ങൾ പ്രതിഷ്ഠയുള്ളവരാണ്. ശരീരത്തെ ദഹിപ്പിച്ചാലും ഞങ്ങളുടെ അന്തരാത്മാവിനെ ദഹിപ്പിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. 7 മടങ്ങായി തീച്ചൂളയിൽ ഈ എബ്രായ ബാലന്മാരെ ആപാദചൂടം വരിഞ്ഞു കെട്ടി എറിഞ്ഞു. ചൂളയുടെ ശക്തിയും കാഠിന്യം നിമിത്തം അവരുടെ കെട്ട് അഴിഞ്ഞുപോയെങ്കിലും തലമുടിക്ക് എങ്ങും തലമുടിയിലോ വസ്ത്രത്തിലോ തീ പിടിച്ചില്ല. കാരണമെന്ത്? കെട്ടുവാൻ ഉപയോഗിച്ച ചരട് ബാബിലോണിൽ നിന്നായിരുന്നു. അവരുടുത്ത വസ്ത്രം യഹൂദന്റെ വസ്ത്രമായിരുന്നു. ദൈവത്തിന് സദൃശനായ 4-ാമത്തെ ഇവിടേക്ക് ഇറങ്ങി വന്നു. ഇത് കണ്ടപ്പോൾ നെബൂഖദ്നേസർ രാജാവ് മാനസാന്തരപ്പെടുന്നു. എന്താണ് അവിടുത്തെ വിവരം? നാം 3 പേരെയല്ലയോ തീച്ചൂളയിലിട്ടത്? 4-ാമതൊരുവൻ ദൈവത്തിന് സദൃശനായി അവരോടുകൂടെ നടക്കുന്ന കാണുന്നു. അതിനുശേഷം നെബൂഖദ്നേസർ രാജാവ് ഒരു പ്രഖ്യാപനം ചെയ്തു. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇവരുടെ ദൈവമാണ് സത്യദൈവം. ഈ ദൈവത്തെ ആരെങ്കിലും നമസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ ഞാൻ കഷണം കഷണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യും. നെബൂഖദ്നേസർ രാജാവിന് മാനസാന്തരം വന്നെങ്കിലും കൊലപാതകത്തിന്റെ പ്രകൃതിക്ക് വ്യത്യാസം വന്നില്ല, അതിന്റെ രീതിക്ക് വ്യത്യാസം വന്നുള്ളൂ. നേരത്തെ പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കാതിരുന്നാൽ അവനെ ഞാൻ തീച്ചൂളയിലിട്ട് ചുട്ടുകളയും. ഇപ്പോൾ പറയുന്നു, ഇനിയും ഞാൻ ആരെ ചുടുകയില്ല, കണ്ടിക്കത്തേ ഉള്ളൂ. ഇത് രണ്ടിലേതാ ഏറ്റവും സുഖം? ആമേൻ. ചുടുന്നതാണോ കണ്ടിക്കുന്നതാണോ? കഷണം കഷണമായി ശകലിക്കും. അനേക പ്രിയപ്പെട്ടവരും മാനസാന്തരപ്പെട്ടു വന്നാൽ പഴയ പാപ പ്രകൃതിക്കല്ല, പാപം ചെയ്യുന്ന രീതിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പൊതുലോകത്തിലെ റൗഡി ആത്മീയ ലോകത്തിലെ ഗുണ്ടായിത്തീരുന്ന മാനസാന്തരമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കർത്തൃദാസന്റെ പോക്കറ്റ് അടിച്ച ഒരുത്തനോട് ചോദിച്ചു, നിനക്ക് നാണമില്ലേ ഒരു ദൈവദാസന്റെ പോക്കറ്റ് അടിക്കാൻ? അവൻ പറഞ്ഞ കാര്യം ഇതാ, ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് പാപികളുടെയും അധർമ്മികളുടെയും പോക്കറ്റ് മാത്രമേ അടിക്കുകയുള്ളൂ. എന്നാൽ ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ തീരുമാനിച്ചു, വിലയേറിയ ദൈവദാസന്മാരുടെ പരിശുദ്ധമായ പോക്കറ്റ് അടിക്കുകയുള്ളൂ. അങ്ങനെ ഉണങ്ങിയ പാവി നനഞ്ഞ പാവിയായി തീരുന്ന മാനസാന്തരമല്ല, എബൌട്ട് ടേൺ തിരിയുന്ന മാനസാന്തരമാണ് ശരിയായ മാനസാന്തരം. ദൈവത്തിന് സ്തോത്രം. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യ പുസ്തകം തുറക്കൂ. 25-ാമത്തെ ആയത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കൂ. നിന്നെ തന്നെ നിയന്ത്രിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ പ്രോവർബ്സ് 25:28. വടതിക്കാറ്റ് 25-28 സദൃശവാക്യങ്ങൾ. ആത്മസംയമമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകും. മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകും. ദൈവജനം വേർപാടിന്റെയും വിശുദ്ധിയുടെയും മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കേണ്ടവരാണ്. ആ മതിൽ ഇടിഞ്ഞു പോയാൽ, ആത്മസംയമനം ഇല്ലാതെ പോയാൽ നിന്റെ മതിൽ ഇടിയും. മതിൽ പൊളിച്ചാൽ നിന്റെ പാമ്പ് കടിക്കും. ദൈവത്തിന് സ്തോത്രം. കൺട്രോൾ നിന്റെ തോട്ട്സിനെ. സദൃശവാക്യ പുസ്തകം തന്നെ 4-ാമത്തെ 23-ാമത്തെ വാക്യം വായിക്കൂ. പ്രോവർബ്സ് 4:23.
4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നല്ലോ ആകുന്നത്. നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളുടെ മേൽ നിനക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാന ശക്തി, സ്വഭാവ രൂപവൽക്കരണം, ഇതിന്റെ ആസ്ഥാനമായ ഹൃദയം. ഈ ഹൃദയത്തിലാണ് സ്വർഗവും നരകവും ആരംഭിക്കുന്നത്. സമയമാം രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നുവെന്നുള്ള പാട്ട് പാടുമ്പോഴല്ല നിന്റെ ജീവിതത്തിൽ സ്വർഗയാത്ര ആരംഭിച്ചത്. ജീവിക്കുന്ന ദൈവവൈതന്റെ കൊച്ചു ഹൃദയത്തിൽ യേശു വന്ന ദിവസം മുതൽ സ്വർഗയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അത് വിശ്വസിക്കുന്ന ദൈവവൈതലെ, ദൈവത്തിന് സ്തോത്രം. ആ വ്യക്തി അവന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. പാപപങ്കിലമായ ചിന്തകൾ വരാതെ വണ്ണം നിന്റെ മനോമണ്ഡലത്തെ നീ കാത്തുകൊള്ളണം. ഞാൻ പോകുന്ന വഴിയിൽ ഒരു മൂർഖൻ പാമ്പ് പത്തിയെടുത്ത് ശക്തിയോടെ എന്റെ നേരെ വന്നാൽ ഞാൻ അതിനെ കൊന്നില്ലെങ്കിൽ ആ പാമ്പ് എന്നെ കൊല്ലും. ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ പാമ്പ് മരിക്കണം. എങ്ങനെയാണത്? അതിനെ ഞാൻ കൊല്ലുവാൻ, എന്നിലുള്ള ശക്തി കൊണ്ട് കൊല്ലുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് ജഡത്തിന്റെ ചിന്ത. ആ ചിന്ത നിന്റെ മരണത്തിന് കാരണമായി തീരുന്നു. ആത്മാവിനാൽ നീ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കണം, എങ്കിൽ നീ ജീവിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. മഴയുള്ള ദിവസം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മഴത്തുള്ളികൾ വന്ന് കാറിന്റെ മുൻവശത്ത് അതേ കണ്ണാടിയിൽ വീഴാറുണ്ട്. ആ കണ്ണാടിയിൽ നിന്നും ആ മഴത്തുള്ളികൾ തുടച്ചു കളഞ്ഞില്ല എങ്കിൽ ആ വണ്ടി അപകടത്തിൽപ്പെടുന്നു. അതിനാണ് പെട്ടെന്ന് വൈപ്പർ വരുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഈ വൈപ്പർ ഉപയോഗിച്ച് ആ കണ്ണാടി ക്ലീൻ ചെയ്യുമ്പോൾ മാർഗം ശരിയായി കാണാം. ഇതൊരു വലിയ തത്വമാണ്. ദൈവമക്കൾ ഓർക്കണം, നിന്റെ മനസ്സും ഒരു ദർപ്പണമാണ്. ജഡത്തിന്റെ അഭിലാഷത്തിന്റെ മാലിന്യമുള്ള ജലഗണങ്ങൾ കൊണ്ട് നിന്റെ മനോമണ്ഡലം അശുദ്ധമാകുമ്പോൾ അതിനെ തുടച്ചു നീക്കുവാൻ ഓടിയെത്തുന്ന വൈപ്പറാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ജയിപ്പാൻ കഴിയാതെ വരുന്ന സമയം ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കണം. ആത്മാവിനാൽ ജഡത്തിന്റെ ക്രിയകളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിനക്ക് ജീവിക്കുവാൻ കഴിയും. കൺട്രോൾ യുവർ തോട്ട്സ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ശരീരത്തിന് വിളക്ക് എന്താകുന്നു? വായിക്കൂ. ലൂക്ക് 11:34, 11:34. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. ശരീരത്തിന് വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. പിന്നെ ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ദോഷമുള്ളതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടുള്ളത്. നിന്റെ കണ്ണിനെ സൂക്ഷിക്കുവാൻ, ആത്മാവിന്റെ ശക്തി ഉപയോഗിച്ച് കണ്ണിനെ സൂക്ഷിക്കുവാൻ നിനക്ക് കടപ്പാടുണ്ട്. മത്തായി 5:28 യേശു പറഞ്ഞു, നിന്റെ വലത്തെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടി എറിഞ്ഞു കളക. 2 കണ്ണും കൊണ്ട് നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ എത്തുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പാപം കണ്ണുകളിൽ ആരംഭിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഞാൻ നിന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പിന്നെ ഞാൻ കന്യകയെ നോക്കുന്നത് എങ്ങനെ? ലൂക്കോസ് 11-ലും മത്തായി 5-ലും ഇയ്യോബ് 31-ലും ഈ കണ്ണുകളെല്ലാം പുരുഷന്റെ കണ്ണുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നെങ്കിൽ സ്ത്രീയുടെ കണ്ണ് നിർമ്മലമാണെന്ന് ആരും പറയരുത്. അതുപോലെ തന്നെ കേടതിനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി 3:5-6 ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. മോഹിക്കുന്ന കണ്ണ്. ഉൽപ്പത്തി പുസ്തകം 39:7 യജമാനത്തി യോസേഫിന്മേൽ കണ്ണ് പതിക്കുന്ന കണ്ണ്. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 25 അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കരുത്. 3 വാക്യം 4 വാക്യം ഇതിലുണ്ടെങ്കിൽ ഇതിനൊരു വാക്യം കൂടെ കൂടുതലുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകം മാത്രം 3-ാം അധ്യായം 16-ാം വാക്യം എന്ന് വായിക്കൂ. യെശയ്യാവ് 3:16. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം. യഹോവ പിന്നെയും അരുളി ചെയ്യുന്നത്, സിയോൻ പുത്രിമാർ നിഗളിച്ച്, സിയോന്റെ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും എറികണ്ടിട്ടും കൊണ്ട്. എന്തൊരു കണ്ണ? അതിപ്പോ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. നിഗളിച്ച് കഴുത്ത് നീട്ടി ഏറുകണ്ടിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാലുകൊണ്ട് ചിലമ്പലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഏറുകണ്ണ്, നിഗളം, ഏറുകണ്ണ്, കഴുത്ത് നീട്ടൽ.
കഴുത്ത് നീട്ടുന്ന കോഴി നീട്ടുന്ന പോലെ നീട്ടുകയല്ല. ബ്ലൗസിന്റെ കഴുത്തിന്റെ ഇറക്കം താഴുമ്പോൾ കഴുത്ത് നീണ്ടുവരും ഓട്ടോമാറ്റിക്കലി. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? സിയോൻ की बेटियां घमंड के साथ सिर ऊंचा करके आंखें मटकाते हुए कुंकुरुओं को क्षमाते हुए തുമുക്ക് തുമുക്ക് ചലത്തെ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പുരുഷ, നിന്റെ കണ്ണിന് കേടുണ്ട്. സ്ത്രീയെ, നിന്റെ കണ്ണിന് കേടുണ്ട്. ഐ ടെസ്റ്റ് ചെയ്ത് ഒപ്റ്റിക്കൽസിൽ ചെന്ന് ഏറ്റവും നല്ല ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് ഏറ്റവും വില കൂടിയ കണ്ണാടി വെച്ചതുകൊണ്ട് ഈ അസുഖം സുഖമാകയില്ല. ആത്മാവിനാൽ മാത്രമേ ഈ പ്രവൃത്തിയെ ജയിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ശരീരത്തിന്റെ മറ്റ് പല അവയവങ്ങൾക്കും ഇല്ലാത്ത ഒരു സൽഗുണം ദൈവം നിന്റെ കണ്ണിന് തന്നിട്ടുണ്ട്. നിനക്കൊരു പ്രസംഗം ഇഷ്ടമല്ലെങ്കിൽ, ചെവി പൊത്തെങ്കിൽ കൈയുടെ സഹായം കൊണ്ട് മാത്രമേ ചെവി പൊത്താൻ കഴിയുള്ളൂ. ഇയർലിഡ്സ് ദൈവം തന്നിട്ടില്ല. നിനക്കൊരു നാറ്റം സഹിക്കാൻ വയ്യായെങ്കിൽ നിന്റെ കൈ ഉപയോഗിക്കാതെ മൂക്ക് പൊത്താൻ പറ്റുകയില്ല. കാരണം നോസ് ലിഡ്സ് ദൈവം തന്നിട്ടില്ല. പക്ഷേ കണ്ണിന് മാത്രം ഒരു ദൈവകൃപ തന്നിട്ടുണ്ട്. നീ കാണുന്ന ഒരു കാഴ്ച വല്ലാത്ത മോശമാണെങ്കിൽ ഒരു കയ്യെ പാലും മറ്റേ കയ്യെ മുട്ടയും വരുന്നാലും രണ്ടും താത്തു വെക്കാതെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു കൺപോള തന്ന ദൈവത്തെ നീ ഒന്ന് സ്തുതിക്കുന്ന രാത്രി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ നിന്റെ നാവിനെ സൂക്ഷിക്കൂ, നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ, നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കൂ. പാപം അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് നിന്റെ മർത്യ ശരീരത്തിൽ വാഴാതിരിക്കട്ടെ. ആമേൻ. ആത്മസംയമമില്ലാത്ത പുരുഷൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകും. ന്യൂ സ്റ്റാൻഡേർഡ് വെർഷനിൽ പുരുഷൻ എന്ന വാക്കിന് പ്രസക്തിയില്ല. The one who lost self-control, जिसके आत्मा वश में नहीं है. ആണായാലും പെണ്ണായാലും അവന്റെ ജീവിതത്തിന് കൺട്രോൾ ഇല്ലെങ്കിൽ ആ മതിലിടിഞ്ഞു പോയി. മതിൽ പൊളിച്ചാൽ പാമ്പ് കടിക്കും. നീ മതിൽക്കെട്ടിനുള്ളിൽ നിന്നാൽ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പട്ടണമുണ്ട്. അതോടെ വായിച്ചു വേഗം അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ന്റെ 12-ാം വാക്യം. അതിന് പൊക്കമുള്ള വന്മതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ഒരു പട്ടണം ഒരുക്കുന്നു. ആ പട്ടണം പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അതിന് പൊക്കമുള്ള വന്മതിലും 12 ഗോപുരമുണ്ട്. ദൈവവേദനയെ പൊക്കമുള്ള വന്മതിൽ ലോകത്തിലുണ്ടെങ്കിൽ അതൊന്നുകിൽ കള്ളൻ ചാടിപ്പോകാതിരിപ്പാൻ, കള്ളൻ അകത്ത് കയറാതിരിപ്പാൻ. എന്നാൽ പുതിയ യെരൂശലേമിന്റെ മതിലുകളിൽ ഒരു കള്ളനും അകത്തും പുറത്തുമില്ല. എന്നാൽ എന്തിനു വേണ്ടി മതിൽക്കെട്ടുണ്ടാക്കിയിരിക്കുന്നു? വേർപാടിന്റെയും വിശുദ്ധിയുടെയും മതിൽക്കെട്ടിനുള്ളിൽ നിന്ന ദൈവജനമാണ് ഇതിൽ പ്രവേശിച്ചിരിക്കുന്നതെന്ന് നിത്യത മുഴുവൻ വെളിപ്പെടുത്തുവാൻ മതിൽക്കെട്ട് തന്ന ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. നീ ഒരു മതിൽക്കെട്ടിലുള്ളതാണ്. വിശുദ്ധിയുടെയും വേർപാടിന്റെ മതിൽക്കെട്ട് പൊളിച്ചാൽ നിന്നെ പാമ്പ് കടിക്കും. ആ മതിൽക്കെട്ടിനുള്ളിൽ നിന്നാൽ മതിൽക്കെട്ടുള്ള ഒരു പട്ടണം നിനക്കായി ഒരുങ്ങുന്നു. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അല്പസമയം കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവസ്ഥലം ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും, ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവവചനത്തിൽ കീഴ്പ്പെടുന്നവർ തങ്ങളുടെ കണ്ണുകൾ അടയ്ക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ആമേൻ, ആമേൻ. നിന്നോടൊപ്പം ജനിച്ച ഈ പാപപ്രകൃതി നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും നിന്റെ ആത്മാവിനെയും നശിപ്പിക്കുന്ന പാപപ്രകൃതി ഇന്ന് രാത്രി ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതുവരെയും നിന്റെ പാപത്തിന് പരിഹാരം വന്നിട്ടില്ലെങ്കിൽ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ ഇന്ന് രാത്രി നിന്നെ സ്വന്തമാക്കിക്കൊള്ളുക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കൂ. പാപമോചനം പ്രാപിക്കുവാൻ, വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ ഇന്ന് രാത്രി നിനക്ക് സുപ്രസാദ കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവജനത്തോട് ദൈവം സംസാരിക്കുന്നു, പാപികളോട് ദൈവം സംസാരിക്കുന്നു. പാപത്തിന്റെ ഭാരവുമായി ഇവിടെ വന്നിരിക്കുന്നുവോ? മാരക രോഗത്തിൽ നീ ക്ഷീണതയാണോ? എത്ര ചികിത്സിച്ചിട്ട് സൗഖ്യമാകാത്ത രോഗത്തിൽ ഇന്ന് രാത്രി വിടുതൽ ആവശ്യമുണ്ടോ? കർത്താവിന്റെ കരം നിന്റെ മേലുണ്ട്. വ്യവസ്ഥ അനുസരിച്ച് നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിന്നോടൊപ്പം ജനിച്ച് നിന്നോടൊപ്പം വളർന്ന്
നിന്റെ മനസാക്ഷിയെ മലീമസമാക്കി അതിഘോരമായി നിന്നോട് യുദ്ധം ചെയ്ത് നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഇന്ന് രാത്രി വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? ആത്മസംയമനമില്ലാത്ത പുരുഷനോ സ്ത്രീയോ ആമേൻ അവരുടെ മതിൽ കെട്ടിയിടുകയാണ്. കർത്താവേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ എന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കർത്താവ് എന്നോട് സംസാരിച്ചു. നിശ്ചയങ്ങളുടെ കരങ്ങളൊന്ന് കാണട്ടെ. ഇന്ന് രാത്രി കർത്താവ് എന്നോട് സംസാരിച്ചുവെങ്കിൽ, കർത്താവേ, നീ സംസാരിച്ച വചനത്തിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു പറയാം. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്. അക്കരങ്ങൾ താഴ്ത്തിയിടാം. വീണ്ടും ഞാൻ ചോദിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്റെ ഹൃദയത്തോട് സംസാരിച്ചിരിക്കുന്നു. എന്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും തലമുറയ്ക്കും സമൂഹത്തിനും ഭൂമിക്കും കേടുവരുത്തി ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന പാപപ്രകൃതികളുടെ മേൽ എനിക്കൊരു വിജയം ആവശ്യമാണ്. എനിക്കിന്ന് രാത്രി വിജയം ആവശ്യമാണ്. ഈ വചനത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് രാത്രി ആര് പ്രസ്താവിക്കും? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ സമയം തന്നെ നിന്റെ ശരീരത്തിന് രോഗത്തിന് സൗഖ്യം വരുന്നതാണ്. നിന്റെ ഭവനത്തിന് ആശ്വാസം വരുന്നതാണ്. വഴിപിഴച്ച് നിന്റെ തലമുറ മടങ്ങി വരുന്നതാണ്. ഇന്ന് രാത്രി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന ആവശ്യമുള്ളവർ, സമർപ്പണമുള്ളവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തി കാണിക്കാം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുന്നു, നിന്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും കേടുവരുത്തി നിന്റെ തലമുറയെ നശിപ്പിക്കുന്ന പാപപ്രകൃതിയുടെ മേൽ ഇന്ന് രാത്രി വിജയമുണ്ടോ? സ്വർഗം ഈ കരങ്ങളെ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കും. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ തിരുവചനത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം. പുല്ല് വാടിപ്പോകുന്നു, പൂവ് ഉണങ്ങിപ്പോകുന്നു. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഈ കരങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദിവ്യ ശക്തി ഈ കരങ്ങളിൽ വ്യാപരിക്കട്ടെ, ഈ കരങ്ങളിൽ വ്യാപരിക്കട്ടെ, ഈ കരങ്ങളിൽ വ്യാപരിക്കട്ടെ. അവരെ അലട്ടുന്ന രോഗങ്ങൾക്ക് ഇപ്പോൾ വിടുതൽ, വിടുതൽ, സൗഖ്യമുണ്ടാകട്ടെ. അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. അവരുടെ സമർപ്പണത്തിന്മേൽ മുദ്ര കുത്തണമേ. അവരുടെ സന്തതികളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന വിലപ്പെട്ട ജീവിതങ്ങളുടെ മേൽ നിന്റെ ആത്മാവ് മുദ്ര കുത്തിയിരിക്കാൻ നിനക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.